നമസ്കാരം. ഷാഫി ഒരു പൊളിറ്റിക്കൽ ക്രിമിനലാണ്, ഉറപ്പിക്കാൻ. ഇന്നലെ വടകരയിലുണ്ടായ ഒരൊറ്റ സംഭവം എങ്ങനെയാണ് ആടിനെ പട്ടിയാക്കുന്ന വ്യക്തിത്വമെന്ന് ഈ സമൂഹത്തിന് കാണാൻ പറ്റുന്ന ഒരു അവസരമാണ്. എന്താണെന്നല്ലേ, തെളിവടക്കം നിങ്ങളെ അത് ബോധ്യപ്പെടുത്തണം. ഇന്നലെ വടകരയിലുണ്ടായ സംഭവത്തെക്കുറിച്ച് ഷാഫി അപ്പോഴും പിന്നെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ വാചകം എന്തായിരുന്നു? എന്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സമരത്തിന്റെ ഭാഗമായി വന്നിട്ട് ക്യാമറയും കൊണ്ട് വന്നിട്ട് പിന്നെ വേരി വന്നിട്ട് കേട്ടാലിറക്കുന്ന ഭാഷയിൽ തെറിയ സഭ്യവും പറഞ്ഞിട്ട് അത് കേട്ടിട്ട് അങ്ങനെ പോണെന്ന് പറയുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. എന്നാലും ഒരു അക്രമത്തിനോ അതിക്രമത്തിനോ കൊണ്ട് മറുപടി പറയാൻ ആഗ്രഹിച്ചിട്ടില്ല, ചെയ്തിട്ടുമില്ല. അങ്ങനെ ആരെങ്കിലും പേടിപ്പിച്ചത് കേട്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന ആവാസം കേട്ടിട്ട് ഓടി പോകാൻ പറ്റൂ? ഞാൻ എന്റെ ഒരു ജനാധിപത്യ വിരുദ്ധത എന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. പോലീസ് അവിടെ ഉണ്ടായിരുന്നു, പോലീസ് അവരുടെ അടുത്ത് നേരത്തെ മാറ്റിയൊന്നുമില്ല. അതൊക്കെ പോലീസിന്റെ ഇഷ്ടം. ഞങ്ങൾക്കിപ്പോൾ വടകര അങ്ങാടി കൂടെ പോകാൻ അല്ലെങ്കിൽ വടകര അങ്ങാടി കൂടെ നടക്കാൻ ആരുടെയും സ്പെഷ്യൽ പെർമിഷന്റെ ഒന്നും ആവശ്യമില്ല, സ്പെഷ്യൽ സാങ്ഷന്റെ ഒന്നും ആവശ്യമില്ല. ജനങ്ങൾ വോട്ട് ചെയ്തും ജയിപ്പിച്ചിട്ടൊക്കെ തന്നെയാണ് ഞങ്ങളിവിടെ പൊതുപ്രവർത്തനം നടത്തുന്നത് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് ഒരു അക്രമത്തിനും തിരിച്ച് അതിക്രമം കൊണ്ട് മറുപടിയില്ല. ഒരു കാര്യം ഞാൻ തീർത്ത് പറയുന്നു, മറ്റ് ആരുടെ ഭീഷണിയുടെ മുമ്പിലും മുട്ടുമടക്കാനോ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വടകരയിൽ തന്നെ ഉണ്ടാവും. ഇനി അടുത്തൊരു ചോദ്യം, എന്നെ തടയുന്നതിന് എനിക്കെതിരെ സമരം ചെയ്യുന്നതിന്റെയൊക്കെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ലോജിക്ക് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ പിണറായി വിജയന് ബാധകമാണോ? ഈ ലോജിക്ക് അവരുടെ പാർട്ടിയിലെ MLA-മാരുമായി ബന്ധപ്പെട്ട് അവർക്ക് ബാധകമാണോ? ഈ ലോജിക്ക് മന്ത്രിസഭയിലുള്ള അംഗങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ബാധകമാണോ? ഈ ലോജിക്ക് അവരുടെ പാർട്ടി പ്രവർത്തകർ SFI മുതലുള്ള പാർട്ടി ഘടകങ്ങളിലുള്ള നിരവധി കാര്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ലോജിക്ക് അവിടെ ബാധകമാണോ? MLA-മാരുൾപ്പെടെയുള്ള ആളുകളുടെ കാര്യത്തിൽ അത് ബാധകമാണോ? അപ്പൊ അതൊന്നും നോക്കാതെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ ആയിക്കോട്ടെ, രാഷ്ട്രീയ അതാണെങ്കിൽ സമരം ചെയ്തോട്ടെ. അപ്പോഴും പറയുന്നു, ലോജിക്കിന്റെ ന്യായീകരണങ്ങളില്ലെങ്കിൽ പോലും സമരം ചെയ്യാനുള്ള ഒരു അവകാശത്തെയും ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടായിക്കോട്ടെ, പക്ഷെ വായടപ്പിക്കാമെന്നോ പീഡിപ്പിച്ചിട്ട് നിലത്തിറങ്ങാതിരിക്കാതാക്കാമെന്നോ ആരും കരുതരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതും ഒരു അക്രമവും അതിക്രമവും തിരിച്ചുണ്ടായിട്ടില്ല. മോശപ്പെട്ട ഒരു വാക്കോ പദോ ഉപയോഗിച്ചിട്ടില്ല. ഒരു കാര്യം തീർത്തു പറയുന്നു, ആരുടെ മുമ്പിലും ഭയപ്പെട്ടിട്ട് വടകരയിലെ പൊതുപ്രവർത്തനത്തെ പുറകോട്ടടിക്കുമെന്ന് ആരും കരുതേണ്ടതില്ല. മുന്നോട്ട് തന്നെ പോകും. അതെ, ഗ്ലാസിന്റെ ഡോർ തുറക്കുമ്പോൾ നായെ പട്ടി എന്ന് വിളിച്ചു. ആര്? DYFI-ക്കാർ. ക്യാമറകൾ കണ്ടാൽ അതിന്റെ മുന്നിൽ വിദഗ്ധമായി അഭിനയിക്കാൻ അറിയാവുന്ന, നാടകം കളിക്കാൻ അറിയാവുന്ന ഒരു 916 ഫ്രോഡാണ് ഷാഫി എന്ന് തുടക്കത്തിലെ പറഞ്ഞു വന്നതും പൊളിറ്റിക്കലി പോലും ഒരു അപകടകാരിയായിട്ടുള്ള ഫ്രോഡാണ്. തന്റെ നേട്ടത്തിനും തന്റെ നിലനിൽപ്പിനു വേണ്ടി എന്തും ചെയ്യും. ഇന്നലെ വടകരയിൽ നടന്ന ആ സംഭവത്തിന്റെ യഥാർത്ഥ സാക്ഷ്യമെന്ന് നോക്കൂ. അവർ പ്രതിഷേധിച്ചു. എങ്ങനെ? ദൃശ്യം നോക്കി. വാഹനം തടഞ്ഞു. സ്വാഭാവികമാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗോഡ്ഫാദർമാരിൽ ഒരാളായ ഷാഫി, അല്ലെങ്കിൽ മനസാക്ഷി സൂക്ഷിപ്പുകാരനെ തന്റെ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് കൊണ്ടു നടക്കുന്ന വ്യക്തി പീഡന കേസിൽ പെടുമ്പോൾ സ്വാഭാവികമായി പ്രതിഷേധമുണ്ടാകും. അതാണ് ആ ദൃശ്യത്തിൽ നിങ്ങൾ കണ്ടത്. വാഹനത്തിന് മുന്നിൽ കിടന്നു. അവർ പീഡന വീരനെ സംരക്ഷിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതിന് ഷാഫി മറുപടി പറയുന്നുണ്ട്. പെട്ടെന്ന് ഷാഫിയുടെ വണ്ടിയുടെ പുറകിലിരുന്ന ഒരു ഗുണ്ടയുടെ പ്രതികരണം വന്നു. എന്താണെന്നല്ലേ കേട്ടെ. നീ ആരാടാ നായെ പട്ടി എന്ന് ചോദിച്ച ആരാണ്? ഷാഫിയുടെ കൂടെ ഉണ്ടായിരുന്ന ഗുണ്ടകളാണ്. ആ ഗുണ്ടകൾ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രകോപനം ഉണ്ടായിരുന്നേ. അത് തിരിച്ചറിഞ്ഞുടനെ ഷാഫി പ്ലേറ്റ് മാറ്റുകയാണ്. അതായത് അനാവശ്യ പ്രകോപനം അവർക്ക് നേരെ സൃഷ്ടിക്കുകയാണ്. പ്രകോപനം സൃഷ്ടിച്ചതിന് ശേഷം ആ ഫ്രോഡ് നടൻ അങ്ങ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങിയതിന് ശേഷം പിന്നെ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ തന്നെ പറയൂ. അങ്ങനെയുള്ള ഒരു രംഗങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ സൃഷ്ടിച്ചതിന് ശേഷം എങ്ങനെ സ്വന്തം വണ്ടിക്കകത്തിരുന്നവൻ തെമ്മാടിത്തരം കാണിച്ചതിന് ശേഷം പൊളിറ്റിക്കൽ ഫ്രോഡ് ജനസുള്ള, അല്ലെങ്കിൽ ഫ്രോഡ് ജനസുള്ള ഒരു വ്യക്തി ഇറങ്ങി അതിനെ പ്രതിഷേധിച്ചവർ വിളിച്ചു എന്ന തരത്തിലേക്ക് വക്രീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയും, ഷാഫി ഒരു പൊളിറ്റിക്കൽ ഫ്രോഡാണോ ഇല്ലയോ എന്നുള്ള കാര്യം. നേരത്തെ A.A. റഹീം MP പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഷാഫി ഒരു പൊളിറ്റിക്കൽ പോയിസൺ ആണെന്ന്.
പൊളിറ്റിക്കൽ പോയിസൺ മാത്രമല്ല, പൊളിറ്റിക്കൽ ഫ്രോഡാണ്. നിലനിൽപ്പിന് വേണ്ടിയും തന്റെ കാര്യങ്ങൾ വിടക്കാക്കി തനിക്കാക്കാൻ ഷാഫിക്ക് വൈദഗ്ധ്യമുണ്ട് എന്നതിന്റെ തെളിവ് കൂടിയാണ് ആ കാണിച്ചത്. ഇമാതിരി കോപ്രായങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുന്ന അടിമുടി ഉടായ്പായിട്ടുള്ള ഒരു വ്യക്തി ഈ കേരള രാഷ്ട്രീയത്തിന് തന്നെ അപകടമാണ്. വളർന്നു വരുന്നവർക്ക് ഒരു മാതൃകയുമല്ല ഷാഫി. വളർന്നു വരുന്നവർക്കും എന്ത് വഴിയിലൂടെയും തൻ്റെതായിട്ടുള്ള ഇടങ്ങൾ കണ്ടെത്താൻ പ്രവർത്തിക്കണമെന്നുള്ള തെറ്റായ സന്ദേശം കൊടുക്കുന്ന ഒരു വ്യക്തി. അതായത് ഈ ബുദ്ധിയൊക്കെ ഒരുപക്ഷെ സ്വർണ്ണക്കടത്ത് കേസിലോ അല്ലെങ്കിൽ മറ്റെന്തിലൊക്കെ ആണെങ്കിൽ വിദഗ്ധമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഫ്രോഡ് ചിന്താഗതി ഉണ്ടല്ലോ, അത് ഷാഫിയിൽ ഇൻബിൽറ്റ് ആയിട്ട് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടെന്ന് തെളിയുന്ന സാഹചര്യമാണ്. ഒരു വിഷയത്തെ പ്രതിഷേധമുണ്ടായപ്പോൾ, കാര്യം പ്രതിഷേധം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ, മന്ത്രിമാർക്കെതിരെ യൂത്ത് കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ ഷൂ എറിഞ്ഞവന്മാരാണ് അല്ലെങ്കിൽ എറിയിപ്പിച്ചവന്മാരാണ്. എന്നിട്ട് മാധ്യമങ്ങളെ കൊണ്ട് വക്രീകരിച്ച് ചർച്ച നടത്തിയതിനു ശേഷം ഇന്നലെയും അതുപോലെ ഒരു നാടകം അവിടെ ഇറക്കി ഷാഫി കരുതി അതിലൂടെ അങ്ങ് അഭിനയിച്ച് തകർത്ത് കളയാമെന്ന്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഉടായ്പകൾ നാട്ടുകാർ കണ്ടിരിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള രാഷ്ട്രീയ മാലിന്യങ്ങളെ, അത് മതവും സ്വത്വബോധവും സുഡാപ്പികളെയും അല്ലെങ്കിൽ വിഷജന്തുക്കളെ മുഴുവൻ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ സമൂഹത്തിലെ ഏറ്റവും അപകടകാരികളെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഷാഫി ഒരു രാഷ്ട്രീയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കാൻ പോണ കേസല്ല എന്ന് മനസ്സിലാക്കിക്കോളൂ. നാട് കണ്ടിരിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇയാൾ വളർന്നു വന്നാൽ എത്രമാത്രം അപകടകരമാകും. ഇയാൾ അധികാര കസേരകളിലെത്തിയാൽ തന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എന്തെല്ലാം വഴിവിട്ട പ്രവർത്തനങ്ങൾ ചെയ്യുമെന്നതിന്റെ തെളിവ് കൂടിയായിട്ട് വേണം അതിനെ വ്യാഖ്യാനിക്കാൻ.